അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ അഡീഷണൽ ക്ലാസ് മുറികളുടെ നിർമ്മാണോദ്ഘാടനവും പ്രീ പ്രൈമറി വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും CC മുകുന്ദൻ MLA നിർവഹിച്ചു. സ്റ്റാർസ് ഫണ്ട് 30 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അഡീഷണൽ ക്ലാസ് മുറികൾ നിർമ്മിക്കുന്നത്. 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം യാഥാർത്ഥ്യമാകുന്നത്. വനിതകളെ എങ്ങനെ സംരക്ഷിക്കണം, അവരുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിനൊക്കെ വലിയൊരു ക്യാമ്പ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഞാനിത്ര വനിതാ പ്രവർത്തകർ എത്തിച്ചേർന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വനിതകൾ വളരെ പ്രതീക്ഷകളെ അവിടെ എത്തിച്ചേർന്നത് എല്ലാ ഭാഗത്തും ഇഷ്ടംപോലെ വനിതാ പ്രവർത്തകരുടെ അടിസ്ഥാനത്തിൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയ ബ്ലഡ് പരിശോധന നടത്താറുണ്ട്. അപ്പോൾ സ്ത്രീകൾക്കുള്ള കുറവ് ആ ബ്ലഡിലൂടെ പരിശോധന അവർക്ക് ആവശ്യമായ കിറ്റ് അവരുടെ ജന്മത്തിനാണ് ഞാൻ പോയത്. അവിടെ നമുക്ക് അവരുടെ ആഗ്രഹം താല്പര്യവും ചില നമ്മുടെ നമ്മുടെ ആണുങ്ങൾ ഒരു കാര്യം പറഞ്ഞു, വനിതകൾക്ക് മാത്രം പോരാ, ഞങ്ങളുടെ പുരുഷന്മാർക്കും അന്ന് വേണം എന്നാവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ നമ്മൾ ആരെയും അവർക്ക് എന്തായാലും നമ്മുടെ മേഖലയിൽ സർക്കാരിൻ്റെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പഞ്ചായത്തുള്ള ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അവരുടെ കിറ്റ് കൊടുക്കണം. കുട്ടികൾക്ക് കിട്ടാവുന്നില്ല. നമ്മളിപ്പോൾ പഠിക്കുന്നത് നമ്മുടെ നോമ്പ് കൊടുക്കുന്നതിന് അറിയാമ സ്ത്രീകൾക്ക് രക്തം ശരീരത്തിനുണ്ടാകുന്നതിന് ആവശ്യമായ ശുദ്ധീകരിക്കുന്നതിന് ആവശ്യമായ കിറ്റാണ് കൊടുക്കുന്നത്. ഏകദേശം ആ കിറ്റിന് 100,000 രൂപയോളം കിട്ടാണ്. 200ഓളം പേര് അതിൽ രക്ഷയെടുക്കുന്നത്. അപ്പോൾ അവരെ സംരക്ഷിക്കുന്നതിനായി അവരുടെ നമ്മളെ വനിതാ പ്രവർത്തന സംരക്ഷിക്കുന്നതിനായി നമ്മുടെ വനിതാ പ്രസിഡന്റായിട്ടുള്ള പാവളം ഗ്രാമപഞ്ചായത്തിൽ എല്ലാ വാർഡിൽ നിന്നും ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചാൽ ഒരു വ്യാപകപരമായ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. എന്നും കണ്ടിട്ട് മാത്രമേ തന്നെ വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ഈ സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം 112 വർഷം പഴക്കമുള്ള കെട്ടിടമായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് ഈ സ്കൂളിൻ്റെ. അപ്പോൾ അത് പഞ്ചായത്ത് ഞങ്ങളോടത്ത് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പുറത്ത് നമുക്ക് 1 കോടി രൂപ അദ്ദേഹം അനുവദിച്ചു. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇപ്പോൾ SSKയുടെ ഫണ്ട് 10 ലക്ഷം രൂപയും ഭരണകൂടാരത്തിന് SSKയുടെ ഫണ്ട് 30 ലക്ഷം രൂപയും ഭരണകൂടാരത്തിന് 10 ലക്ഷം രൂപയും നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രവേശനോത്സവം ആവുമ്പോഴേക്കും ഇതിൻ്റെ എല്ലാം പണി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് പറയാൻ കഴിയുന്നത്. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് P. പോൾ, K. പ്രമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിത മണി, SSK DPO NK രമേശ്, BRC BPC KR ബിനി, PTA പ്രസിഡന്റ് സുമിത സുരേഷ്, പ്രധാനാധ്യാപിക TK ശ്രീജ, അധ്യാപിക CA ഷീജ, സെക്രട്ടറി രമ്യ P. സുശീൽ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാജേഷ്, ആരോമൽ എന്നിവർ സംസാരിച്ചു.